Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്ലിപ്സിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റർ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് സ്വിംഗ് ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് യൂസ് ചെയ്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇതിനകത്ത് സ്വിംഗ് ഇനേബിൾ ആണോ എന്ന് നോക്കണം. അപ്പോൾ സ്വിംഗ് കിട്ടണം എന്നുണ്ടെങ്കിൽ സ്വിംഗ് ആപ്ലിക്കേഷൻ എടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിൻഡോ ബിൽഡർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അപ്പോൾ വിൻഡോ ബിൽഡർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐ ബട്ടണിലുണ്ട്. അത് നോക്കി അത് ചെയ്യണം. അത് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഈ എഡിറ്റിൻ്റെ താഴെ ക്രിയേറ്റ് ന്യൂ വിഷ്വൽ ക്ലാസ്സസ് നടക്കുന്നുണ്ടോ, അങ്ങനെ ഒരു ഓപ്ഷൻ വരും. വിൻഡോ ബിൽഡർ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കാണാം, ഇല്ലെങ്കിൽ നിങ്ങൾ വിൻഡോ ബിൽഡർ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഫയൽ ന്യൂ, ഇവിടെ ജാവ പ്രൊജക്റ്റ് ഇല്ല, അപ്പോൾ അതർ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ജാവ പ്രൊജക്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാ ജാവ പ്രൊജക്റ്റ് വന്നു. നെക്സ്റ്റ് കൊടുക്കുക, പേര് കൊടുക്കുക, നെക്സ്റ്റ് ഫിനിഷ് കൊടുക്കുക, ഡോൺ ക്രിയേറ്റ്. അപ്പോൾ കാൽക്കുലേറ്റർ എന്നുള്ള പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ സാധാരണ എങ്ങനെയാണ് ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടൊരു ക്ലാസ് അല്ലേ എടുക്കുന്നത്, അതിന് പകരം നമ്മൾ മുകളിൽ ക്രിയേറ്റ് ന്യൂ വിഷ്വൽ ക്ലാസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് സ്വിങ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് ആപ്ലിക്കേഷൻ വിൻഡോ എടുക്കുക. ഇപ്പോൾ സോഴ്സ് ഫോൾഡർ ഇപ്പോൾ ഇവിടെ ഓൾറെഡി സെലക്റ്റഡ് ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏത് പ്രോജക്റ്റ് ആണെന്ന് ഇവിടെ ബ്രൗസ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ടൈപ്പ് നെയിം കൊടുക്കുക. അപ്പം ഞാൻ കാൽക്കർന്ന് കൊടുക്കുകയാണ്. ഫിനിഷ് കൊടുക്കുക. ഇതായിപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ താഴെ നോക്കിയാൽ കാണാം സോഴ്സും ഡിസൈനും ഉള്ളത് കണ്ടോ. ഡിസൈനിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ടൈം ഓപ്പൺ ആകുമ്പോൾ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും. ഇവിടെ വന്നിട്ടുണ്ട് വിൻഡോ. ഇപ്പം നമുക്ക് വേണ്ട കമ്പോണൻസ് ഒക്കെ ഇവിടെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണാം. അപ്പോൾ നമുക്ക് സാധാരണ കാൽക്കുലേറ്ററിന് എന്താ വേണ്ടത്, റിസൾട്ട് കാണിക്കാൻ ഒരു ടെക്സ്റ്റ് ബോക്സ് വേണം. പിന്നെ എല്ലാം ബട്ടൺ ആണ് അല്ലേ, എല്ലാ കീസും നമുക്ക് ബട്ടൺ ആയിട്ടാണ്. 1 2 3 അങ്ങനെ, പിന്നെ പ്ലസ് മൈനസ്. അപ്പോൾ നമുക്കെല്ലാം ബട്ടൻ്റെ ആപ്ലിക്കേഷനും ഒരു ടെക്സ്റ്റ് ഫീൽഡും മാത്രമാണ് വേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് ഇതിവിടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് നോക്കുക. ഇങ്ങനെയൊക്കെ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ന്യൂ ലേബൽ അല്ലേ, ഇത് ജസ്റ്റ് കളയാൻ, ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ലേഔട്ടിൽ വന്നിട്ട് അബ്സല്യൂട്ട് ലേഔട്ട് ക്ലിക്ക് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഡ്രാഗ് ചെയ്തുകൊണ്ട് വരണ്ട കേട്ടോ. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെയും ക്ലിക്ക് ചെയ്യുക. അബ്സല്യൂട്ട് ലേഔട്ട് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇനി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർ പൊസിഷനിങ് ഒക്കെ ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾ താഴോട്ട് എടുക്കുക. കമ്പോണൻസിനകത്ത് വരുമ്പോൾ ബട്ടൺ കിടക്കുന്നുണ്ടോ, ടെക്സ്റ്റ് ഫീൽഡും എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ടെക്സ്റ്റ് ഫീൽഡ് എടുത്ത് വെക്കാം. ടെക്സ്റ്റ് ഫീൽഡ് എന്തിനാണ്, നമുക്കിത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. കാൽക്കുലേറ്ററിലാണെങ്കിൽ ഒരു ടെക്സ്റ്റ് ഫീൽഡ് പോലെ ഒരു സാധനത്തിലല്ലേ ഇങ്ങനെ ഡിസ്പ്ലേ ആവുന്നത്. എന്നിട്ട് ഇതിൻ്റെ പൊസിഷൻ നമുക്കൊന്ന് കൂട്ടി കൊടുക്കാം, കുറച്ച് വലുതാക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഫീൽഡ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടൺ വെക്കാം. അപ്പോൾ ഞാനിവിടെ ബട്ടൺ വെച്ചു. ഇപ്പോൾ കാൽക്കുലേറ്ററിൻ്റെ ബട്ടണ് ഇത്രയും നീളം വേണ്ട അല്ലേ, പക്ഷെ വിഡ്ത്ത് കുറച്ച് കൂട്ടിയിട്ട് വിഡ്ത്ത് കുറച്ചിട്ട് ഹൈറ്റ് ഞാൻ കുറച്ച് കൂട്ടി കൊടുക്കും. അപ്പോൾ എനിക്ക് എല്ലാ ബട്ടണും ഈ ഒരു സൈസ് മതി. അപ്പം നിങ്ങൾ എപ്പോഴും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് പിന്നെയും ചെയ്താൽ വീണ്ടും ഇങ്ങനെ അതിൻ്റെ വിഡ്ത്തൊക്കെ മാറ്റി കൊടുക്കണം. അതിന് പകരം എനിക്ക് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം ആ ഒരു സൈസിൽ തന്നെ വന്നോളും, കണ്ടോ. എന്നിട്ട് വീണ്ടും പേസ്റ്റ് കൊടുക്കുക. അങ്ങനെ എല്ലാ ബട്ടണും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഏത് ബട്ടണാണോ വേണ്ട അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വേരിയബിൾ എന്ന് വന്നു. എനിക്കിപ്പോൾ ഈ മേളത്തെ സെറ്റിൽ നമുക്ക് ക്ലിയർ അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കൊടുക്കണം. അപ്പോൾ ഈ സെക്കൻഡ് റോ തൊട്ട് നമ്പേഴ്സ് കൊടുക്കാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വേരിയബിൾ എന്ന് വന്നുണ്ടോ, അത് നമുക്ക് മാറ്റിയിട്ട് ജസ്റ്റ് 1 എന്ന് കൊടുക്കുക. അത് ഇവിടെ ഒരിക്കലും എഫക്റ്റ് ആവില്ല, കാരണം ഞാൻ വേരിയബിൾ നെയിമാണ് 1 എന്ന് മാറ്റി കൊടുത്തത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഡ് എഴുതുമ്പോൾ ബട്ടൺ 3 ബട്ടൺ 4 അങ്ങനെ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങനെ കൊടുത്തതേ ഉള്ളൂ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ബട്ടണിലെ പേര് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ടെക്സ്റ്റിൽ മാറ്റി കൊടുക്കണം, 1 എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്ന് മാറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ 1 എന്ന് വന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഇവിടെ തന്നെ വേരിയബിൾ നെയിം നമ്മൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ കോഡിൽ ഫുൾ അത് മാറിക്കോളും. ഇല്ലെങ്കിൽ നമ്മൾ കോഡിൽ ചെന്ന് മാറ്റി കൊടുത്താൽ എവിടൊക്കെ നമ്മൾ മാറ്റം വരുത്തിയോ അവിടെ എല്ലാം നമ്മൾ ചെയ്യണം. ഇത് ഇവിടെ മാത്രം നമ്മൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിന് എഫക്റ്റ് എല്ലായിടത്തും അത് എഫക്റ്റ് ആയിക്കോളും. ഓക്കെ, അങ്ങനെ എല്ലാത്തിനെയും നമുക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം ഇത് വേരിയബിൾ നെയിം ഞാൻ 2 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ താഴെ ടെക്സ്റ്റിൽ വന്നിട്ട് 2 എന്ന് കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ കൊടുത്തിരിക്കുന്നത്, ഇപ്പം ഞാൻ ബാക്കി ബട്ടൺ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ബാക്ക് അടിക്കണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ ബാക്ക് അടിക്കണമെങ്കിൽ ആ ബട്ടൺ വേണ്ടേ. അതിന് വേണ്ടി ചെയ്യണമെന്ന് വെച്ചാൽ ബാക്കിൻ്റെ ആ സിമ്പൽ അവിടെ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഡബിൾ ക്ലിക്ക് കൊടുക്കുക.
ഡബിൾ ക്ലിക്ക് കൊടുക്കുമ്പോൾ ദാ ഇങ്ങനെ ജെ ബട്ടൺ എന്ന് വന്നുണ്ടോ, ഇവിടെ ദാ ഈ പറയുന്നതാണ് പേസ്റ്റ് ചെയ്താൽ മതി. /u F0E7 ഓക്കെ, /u F0E7 അങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ വന്നോളൂ. അപ്പോൾ നമുക്ക് സേവ് ചെയ്തിട്ട് നോക്കാം. സേവ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം കാൽക്കുലേറ്റർ വരുന്നുണ്ടോ എന്ന്. അപ്പോൾ ദാ \ന്റെ ബട്ടൺ വന്നുണ്ടോ. നമുക്ക് എൻ്റെ കാൽക്കുലേറ്റർ ഞാൻ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് നല്ല ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ഓരോ ബട്ടൺ ക്ലിക്കിൽ എന്ത് നടക്കും നോക്കാം. അപ്പോൾ ആദ്യം കാൽക്കുലേറ്ററിൽ എങ്ങനെയാണ്, നമ്മൾ 2 നമ്പർ ഇപ്പോൾ ആഡ് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ 1 കൊടുക്കുമ്പോൾ ഇവിടെ 1 വരണം അല്ലേ, എന്നിട്ട് പ്ലസ് കൊടുക്കുമ്പോൾ പ്ലസ് വരണം അല്ലേ, 12 എന്ന് കൊടുക്കുമ്പോൾ 1ഉം 2ഉം കൂടെ വന്നിട്ട് 12 എന്ന് വരണം. അപ്പം നമുക്ക് ആദ്യം 1ൻ്റെ എഴുതാം. അപ്പോൾ കോഡ് എഴുതാൻ ജസ്റ്റ് ഈ ഏത് ബട്ടണിലാണോ നമുക്ക് വേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇതാ അപ്പോൾ അവിടെ ആക്ഷൻ പെർഫോംഡ് എന്ന് പറഞ്ഞിട്ട് വരും. ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ കണ്ടോ ഈ ബട്ടൻ്റെ വാല്യൂ 1 എന്നുള്ളത് ഞാൻ ഈ 1 എന്നുള്ള വേരിയബിളിൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു 1 × 1 2 × 2 അങ്ങനെ ഞാൻ വേരിയബിളിലെ മാറ്റി കൊടുത്തായിരുന്നു. ഇത് ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തത്. അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന വേരിയബിളിലെയും വന്നാലും അത് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇപ്പോൾ 1 ക്ലിക്ക് ചെയ്യുമ്പോൾ ആ 1 എന്നുള്ള വാല്യൂ ഒരു സ്ട്രിങ്ങിനകത്തോട്ട് വാങ്ങിക്കണം അല്ലേ. അപ്പോൾ സ്ട്രിങ് നമ്പർ ഈക്വൽ ടു എൻ്റെ 1 എന്നുള്ള വാല്യൂ ഇതിനകത്താണ് ഈ 1-ലല്ലേ. അപ്പോൾ 1.getText കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ 1-ലുള്ള 1 എന്നുള്ള വാല്യൂ നമ്പറിനകത്ത് വന്നു. ഇനി എന്താണ് ആ വാല്യൂ ടെക്സ്റ്റ് ബോക്സിനകത്ത് കാണിക്കണം അല്ലേ. അപ്പോൾ ആ 1 ക്ലിക്ക് ചെയ്തപ്പോൾ 1 എന്നുള്ള വാല്യൂ ഞാൻ ഗെറ്റ് ചെയ്തു. ഇനി എന്താണ് അത് സെറ്റ് ചെയ്യണം ടെക്സ്റ്റ് ബോക്സിൽ. അപ്പോൾ ടെക്സ്റ്റ് ബോക്സിൻ്റെ പേരാണ് text.setText എന്ന് പറയുന്നത് നമ്പർ എന്ന് കൊടുത്തു. ഇനി ഇതിപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ഇതിപ്പോൾ ഇത് റൺ ആകുമ്പോൾ ഇതാ കാൽക്കുലേറ്റർ വന്നു. ഞാൻ 1 കൊടുക്കുമ്പോൾ 1 എന്ന് വന്നു. ഓക്കെ, ഇനി ഇപ്പം എനിക്ക് 11 എന്ന് കൊടുക്കണം എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ എന്താ വീണ്ടും 1 എന്ന് കൊടുത്തു. അപ്പോൾ അത് വരുന്നില്ല കണ്ടോ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലിക്കിൽ നടക്കേണ്ട എന്താണെന്ന് എഴുതി കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ഈ 1ൻ്റെ കൂടെ ഒരു 1 കൂടെ കൊടുക്കുമ്പോൾ ഇവിടെ ഓൾറെഡി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അപ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബോക്സിൽ എന്താണോ വാല്യൂ അതിൻ്റെ കൂടെ നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന വാല്യൂം കൂടെ അപ്പെൻഡ് ചെയ്ത് വരണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടത് text.getText പ്ലസ് 1.getText മനസ്സിലായോ. ഇനി നമുക്ക് നോക്കാം. ഇതിപ്പോൾ റൺ ചെയ്യുമ്പോൾ ഇതാ 1 വന്നു. ഇനി എന്താണ് 1ൻ്റെ കൂടെ ഒരു 1 കൂടെ അടിക്കുമ്പോൾ 11 എന്ന് വരണം, 111 എന്ന് വരണം. ഇതിപ്പോൾ 8ഉം 5ഉം ഒന്നും ക്ലിക്ക് ചെയ്താൽ ഒന്നും വരത്തില്ല. ആ കോഡിൻ്റെ അവിടെ മാറ്റം വരുത്തി കഴിയുമ്പോൾ അതും വന്നോളൂ. അപ്പം ഈ കോഡ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്ക് എല്ലാ ബട്ടൺ ക്ലിക്കിലും കൊടുക്കാം. എന്നിട്ട് എന്താ വ്യത്യാസപ്പെടുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1 എന്നുള്ള വാല്യൂ ഗെറ്റ് ചെയ്ത വേരിയബിൾ ഈ 1-നകത്ത് സേവ് ചെയ്ത പോലെ 2ൻ്റെ വേരിയബിൾ ഇത് കണ്ടോ 2 അതായിരിക്കണം ഈ getTextനകത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ എല്ലാ വേരിയബിളിനും ഈ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്തു, Ctrl+C. ഇപ്പോൾ ഇതാ എല്ലാത്തിനും ഞാൻ ഇതേ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്ത് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ പ്ലസ് മൈനസ് അങ്ങനെയുള്ള ഓപ്പറേഷൻ മോഡിലൊന്നും കൊടുത്തിട്ടില്ല. ബാക്കി നമ്പേഴ്സിനൊക്കെ ഞാൻ ഇതേ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതാ റൺ ചെയ്യുമ്പോൾ 1 വന്നു, 1 2 3 8 9 0യ്ക്ക് കൊടുത്തു, 00യ്ക്ക് കൊടുത്തു, ഡോട്ടിന് കൊടുത്തു. ഡോട്ടിനും ഇതേ സെയിം കോഡ് തന്നെയാണ് കേട്ടോ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തത്. അതായത് കണ്ടോ ഡോട്ട് എന്ന് പറഞ്ഞൊരു വേരിയബിളിലോട്ട് വാങ്ങി എന്നിട്ട് അതങ്ങനെ തന്നെ മേടിച്ചു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 1 2 3 4 5 6 7 8 9 0 പിന്നെ ഡോട്ടിനും വാങ്ങിച്ചു. ഇനി ബാക്കി ഈ ഓപ്പറേഷൻസിന് ഈക്വൽ ടു ബാക്ക് സ്പേസ് ക്ലിയർ ഇതൊന്നും ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ എന്ത് കൊടുത്താലും നമ്മുടെ ടെക്സ്റ്റ് ബോക്സിൽ വരും. ഇപ്പോൾ ഡെസിമൽ അവിടെ ഡോട്ട് ഇട്ടല്ലോ 0.789654 1 2 3 ഇതാ കണ്ടോ എല്ലാം വന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലസ് മൈനസ് ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്താ വരുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇപ്പം നമ്മൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉള്ള നമ്പേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് വരുന്നതെന്നെല്ലാം കൊടുത്തു അല്ലേ. ഇനി ഓപ്പറേഷൻസ് നമുക്ക് നോക്കണം. ഇന്ന് അത് എഴുതി കഴിഞ്ഞിട്ടേ നമുക്ക് ഈക്വൽ ടു ക്ലിക്ക് ചെയ്യുമ്പോൾ റിസൾട്ട് വരുന്നത് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ നമ്പർ കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കണ്ടു കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഏത് ഓപ്പറേഷനാണ് കൊടുക്കുന്നതെന്ന് ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യാം. പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പേ ഞാനൊരു 3-4 വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്യാണ്. മോളിൽ വന്നിട്ട് ഡബിൾ ഫസ്റ്റ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ
ആദ്യം നമ്മൾ കൊടുക്കുന്ന നമ്പർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡബിൾ സെക്കൻഡ് രണ്ടാമത് കൊടുക്കുന്നത്. രണ്ട് നമ്പേഴ്സ് തമ്മിലായിരിക്കുമല്ലോ ആഡീഷനും സബ്ട്രാക്ഷനും. ഓക്കെ, ഇനി ഒരു സ്ട്രിങ്ങിനകത്ത് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്, നള്ളാക്കിയിടുകയാണ്. ഓക്കെ, ഓപ്പറേഷൻസ്. പിന്നെ വേറെ ഒരു സ്ട്രിങ്ങും കൂടി, ആൻസർ. ഇത് എന്തിനാണെന്ന് പറയാം. ഇപ്പം ഇത് 4 ഞാൻ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ വന്നിട്ട് ഈ പ്ലസിനകത്ത് നമ്മൾ എന്താണ് സാധാരണ ഒരു നമ്പർ, ഇപ്പം നമ്മളൊരു നമ്പർ കൊടുത്തു 32 എന്നൊരു നമ്പർ കൊടുത്തു കഴിഞ്ഞ് പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോൾ 32 എന്നുള്ള നമ്പർ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കണം അല്ലേ. അപ്പോൾ പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ നമ്പർ എന്താണോ നമ്മൾ കൊടുത്ത് അതിനെ സേവ് ചെയ്യണം. അപ്പോൾ അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് എന്നുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്തത്. ഡബിളായിട്ട് എന്തിനാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെസിമലും കൊടുക്കുമല്ലോ. അപ്പോൾ ഇൻറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ടാണ് ഡബിൾ കൊടുത്തത്. ഡബിൾ കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല. അപ്പോൾ ഡബിൾ അല്ലാത്ത സംഖ്യ ആണെങ്കിലും ഇപ്പം അതിന് ഇപ്പുറത്ത് വാല്യൂസ് ഒന്നും ഇല്ലെങ്കിൽ 0.00 എന്ന് വരുമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈക്വൽ ഡോട്ട് പാസ് ഡബിൾ ഓഫ് എന്താണ് പാഴ്സ് ചെയ്യേണ്ടത്, ടെക്സ്റ്റ് ഫീൽഡിലെ വാല്യൂ അല്ലേ. ടെക്സ്റ്റ് ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ആദ്യത്തെ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഫസ്റ്റ് എന്നുള്ള വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ നള്ളാക്കണം അല്ലേ. അപ്പോൾ ടെക്സ്റ്റ് ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് നള്ളാക്കി നമ്മൾ. ഇനി നമ്മൾ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞൊരു വേരിയബിളോട് ഇവിടെ ഡിക്ലെയർ ചെയ്തത് നിങ്ങൾ ഓർക്കുന്നു. ഞാൻ എന്താണ് അതിൻ്റെ യൂസ് എന്ന് പറയാമെന്ന് പറഞ്ഞില്ലേ. ഇതാ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് ആ ഓപ്പറേഷൻസിനകത്തോട്ട് എന്താണ് ഓപ്പറേഷൻ എന്നുള്ളത് മേടിക്കുക. ഓപ്പറേഷൻസ് ഈസ് ഈക്വൽ ടു ഇപ്പം എന്താണ് പ്ലസ്സിലല്ലേ നമ്മൾ നിൽക്കുന്നത്, പ്ലസ് എന്നുള്ളത് ഇവിടെ വാങ്ങിക്കുക. ഇത് എന്തിനാണെന്ന് ഞാൻ പറയാം. അപ്പോൾ പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലസ് എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻസ് എന്നുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ പ്ലസ്സിന് ഇത് എഴുതി. അപ്പോൾ നമുക്ക് മൈനസിനും ഇൻറ്റൂനും എല്ലാം ഇത് തന്നെ കൊടുത്താൽ പോരെ. ഈ കോഡ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഡിസൈനിൽ വന്നിട്ട് മൈനസിൽ ക്ലിക്ക് ചെയ്യുക. മൈനസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് ഓപ്പറേഷൻസിനകത്ത് ഇത് ഈ കോഡിനൊന്നും വ്യത്യാസമൊന്നും വരത്തില്ല. കാരണം ടെക്സ്റ്റ് ബോക്സിലെ ടെക്സ്റ്റ് ഗെറ്റ് ചെയ്ത് ഫസ്റ്റിനകത്തോട്ട് ഇടാനാണ്. അത് വ്യത്യാസം വരുത്തണ്ട. പിന്നെ അത് കിട്ടിക്കഴിയുമ്പോൾ ടെക്സ്റ്റ് നള്ളായിട്ടിടുക. ഓപ്പറേഷൻസ് എന്നുള്ളത് മൈനസ് ആക്കി കൊടുക്കുക മൈനസിൽ വരുമ്പോൾ. ഓക്കെ, ഇനി സ്ലാഷ് കൊടുക്കുമ്പോൾ ഇതാ അവിടെ ഈ സെയിം കോഡ് തന്നെ ഇടുക നിങ്ങൾ. എന്നിട്ട് ഓപ്പറേഷൻസ് എന്നുള്ളത് സ്ലാഷ് ആക്കുക. ഇപ്പോൾ ഞാൻ പെർസെൻറ്റേജിൻ്റെ വരെ എല്ലാം അതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏതൊക്കെ നമുക്കുള്ളത്, പ്ലസ്, മൈനസ്, സ്ലാഷ്, സ്റ്റാർ, പെർസെൻറ്റേജ്, ഇത്രയാണ് ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യേണ്ടതുള്ളത്. അതിനെല്ലാം ഞാൻ ആ സെയിം കോഡ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ആകെ വ്യത്യാസം ഓപ്പറേഷൻസ് എന്നുള്ള വേരിയബിളിനകത്ത് എന്താണോ ആ വാല്യൂ കിടന്നത് അത് തന്നെ പാസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതാ റൺ ചെയ്യുമ്പോൾ 12 മൈനസ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വാല്യൂ അങ്ങ് പോയി. ഇനി നമ്മൾ 3 എന്ന് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എന്താണ് ഈക്വൽ ടു ക്ലിക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈക്വൽ ടു ക്ലിക്ക് ചെയ്യുമ്പോൾ അതൊന്നും വന്നില്ല. നമ്മൾ ഈ നമ്പേഴ്സിൻ്റെ എല്ലാം കൊടുത്തു, ഓപ്പറേഷൻസ് കൊടുത്തു. ഇനി നമ്മൾ ഈക്വൽ ടു കൊടുക്കണം അല്ലേ. അപ്പോൾ ഈക്വൽ ടു ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം എന്നുള്ളത് നമുക്ക് ഈക്വൽ ടുവിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. സോറി, ഇവിടെ അല്ല ഉള്ളത്. ഇപ്പോൾ ഈക്വൽ ടുവിൽ ഡബിൾ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ അതാ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. ഇപ്പോൾ ഈക്വൽ ടു ക്ലിക്ക് ചെയ്യുമ്പോൾ അവസാനം നമുക്ക് ഫൈനൽ ആൻസർ വരുമല്ലോ. അപ്പോൾ ഡബിൾ റിസൾട്ട്. കാരണം എന്താണ്, എൻ്റെ ഫസ്റ്റും സെക്കൻഡും എന്നുള്ളത് ഡബിൾ വാല്യൂസ് ആണ്. അപ്പോൾ അത് സ്റ്റോർ ചെയ്യുന്നതും ഒരു ഡബിൾ വേരിയബിളിനകത്തോട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ആദ്യത്തെ വേരിയബിളിനെ നമ്മൾ പ്ലസ് ചെയ്യുന്നതിന് മുന്നേ സ്റ്റോർ ചെയ്ത് ഫസ്റ്റ് എന്നുള്ള വേരിയബിളിനകത്ത് വെച്ചിട്ടുണ്ട് അല്ലേ. സെക്കൻഡിൻ്റെ വാല്യൂ നമുക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണ്ടേ. അപ്പോൾ സെക്കൻഡ് ഈക്വൽ ടു ഡബിൾ ഡോട്ട് പാഴ്സ് ഡബിൾ ഓഫ് ടെക്സ്റ്റ് ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ ഇപ്പോൾ നമ്മുടെ സെക്കൻഡിനകത്തുണ്ട്. ഇനി എന്താണ് നമ്മൾ നോക്കേണ്ടത്, ഇഫ് ഇവിടാണ് നമ്മുടെ ഓപ്പറേഷൻസ് വേരിയബിൾ വരുന്നത്. ഓപ്പറേഷൻസ് ഈക്വൽ ടു പ്ലസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാൻ കൊടുത്താൽ മതി. മനസ്സിലായോ? ആ കോഡ് ഇവിടെ എഴുതുക. അപ്പോൾ ഞാൻ എന്താ ഇവിടെ പ്ലസ് വാങ്ങുന്നതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ആകുമ്പോൾ തന്നെ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞൊരു സ്ട്രിങ് വേരിയബിളിനകത്തോട്ട് അത് സേവ് ചെയ്തെന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് ഓപ്പറേഷൻസ് ഈക്വൽ ടു പ്ലസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ടിനകത്തോട്ട് ഇത് രണ്ടും കൂട്ടുന്ന വാല്യൂ സേവ് ചെയ്യണം അല്ലേ. ഈക്വൽ ടു ഫസ്റ്റ് പ്ലസ്
സെക്കൻഡ്. ഓക്കെ, അത് രണ്ടും കൂടെ ഞാൻ റിസൾട്ടിനകത്ത് സേവ് ചെയ്തു. ഇനി നമുക്ക് എന്താണ് ഈ റിസൾട്ട് എന്നുള്ളത് നമുക്ക് ആ ടെക്സ്റ്റ് ഫീൽഡിൽ ഡിസ്പ്ലേ ചെയ്യണം അല്ലേ. അപ്പം ഞാൻ വേറൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻസർ എന്നുള്ളത്. അപ്പം ആൻസറിനകത്തോട്ട് ഞാൻ ജസ്റ്റ് ഈ റിസൾട്ടിനെ ഒരു സ്ട്രിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഡബിളിനെ എങ്ങനെയാണ് സ്ട്രിംഗ് ആക്കുക? സ്ട്രിംഗ് ഡോട്ട് വാല്യൂ ഓഫ് റിസൾട്ട് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, കൊടുത്തു. എന്നിട്ട് എന്താണ് ഇത് കൺവേർട്ട് ചെയ്തു. ഇനി ടെക്സ്റ്റ് ബോക്സ് ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആൻസർ. ഓക്കെ, നമുക്ക് ഡബിൾ വാല്യൂ ഇതിനകത്തോട്ട് വരത്തില്ല, അതുകൊണ്ടാണ് ഡബിളിൻ്റെ ഞാനൊരു സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇത് വരുമോ ഇല്ലയോ എന്ന്. പ്ലസിൻ്റെ മാത്രം വർക്ക് ചെയ്യിച്ച് നോക്കാം. അപ്പം ഞാനിത് റൺ ചെയ്യുമ്പോൾ 12 + 3 = 50. ഡബിൾ കൊടുത്തോണ്ടാണ് 0.0 വന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഇത് വർക്കൗട്ട് ആവുന്നുണ്ട്. ഇനി ഇതേ കോഡ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് ബാക്കി എല്ലാത്തിനും കൊടുത്താൽ പോരെ. ഇപ്പോൾ എല്ലാത്തിനും ഞാൻ അതേ കോഡ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വ്യത്യാസമൊന്നുമില്ല. മറ്റേത് ഓപ്പറേഷൻസ് ഈക്വൽ ടു പ്ലസ് എന്നല്ലേ കൊടുത്തത്. അടുത്ത കണ്ടീഷൻ ഓപ്പറേഷൻസ് ഈക്വൽ ടു മൈനസ് ആണ് ആ സ്ട്രിങ്ങിലെ വാല്യൂ എങ്കിൽ ഫസ്റ്റ് മൈനസ് സെക്കൻഡ് കൊടുക്കുക. ബാക്കി സെയിം തന്നെ. അതുപോലെ തന്നെ ഇൻറ്റുവിനാണെങ്കിൽ ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ്. ഓക്കെ, സ്ലാഷിനാണെങ്കിൽ ഫസ്റ്റ് ബൈ സെക്കൻഡ്. ഇത് ജസ്റ്റ് പ്രിൻ്റ് ചെയ്യിക്കാൻ നോക്കിയതാണ്. അപ്പോൾ ഇപ്പം നമുക്ക് നോക്കാം. 123 - 6 117. അപ്പോൾ അത് വർക്കൗട്ട് ആവുന്നുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഇനി വീണ്ടും ഇത് വർക്ക് ചെയ്യിക്കണമെങ്കിൽ ഞാൻ ക്ലോസ് ചെയ്തിട്ട് റൺ കൊടുക്കണം. കാരണം ക്ലിയർ ബട്ടൺ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ക്ലിയറും കൂടെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഡിസൈൻ എടുക്കാം. എന്നിട്ട് ഈ ക്ലിയറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരണത്? ക്ലിയറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ വരിക? നമ്മുടെ ടെക്സ്റ്റ് ബോക്സ് ഒന്ന് ക്ലിയർ ആവണം അല്ലേ. അപ്പോൾ ടെക്സ്റ്റ് ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് നള്ളെന്ന് കൊടുത്താൽ പോരെ. ഓക്കെ, ഇനി ഇത് നമുക്ക് വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ 123/6 = 20.5. ഇനി നമുക്കിത് ക്ലിയർ ചെയ്യാം. ഇനി 14/7 2. ഓക്കെ, ക്ലിയർ കൊടുക്കാം. 78.9 + 1 79.9. ഓക്കെ, അപ്പോൾ ഇതിലെ എല്ലാ ബട്ടൺസും വർക്കൗട്ട് ആവുന്നുണ്ട്. ഓപ്പറേഷൻസ് എല്ലാം വർക്കൗട്ട് ആവുന്നുണ്ട്. ഇനി ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. ബാക്ക് സ്പേസ് അത് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് നമുക്ക് കൊടുക്കാം. നമുക്ക് ബാക്ക് സ്പേസിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ബാക്ക് സ്പേസിൻ്റെ കോഡ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ടെക്സ്റ്റ് സ്ട്രിംഗ് ബിൽഡർ വെച്ച് നമ്മൾ ഗെറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ലെങ്ത്ത് -1, അതായത് ടോട്ടൽ ലെങ്ത് 5 ആണെങ്കിൽ 5 - 1 എത്രയാണ്? 4. നാലാമത് കിടക്കുന്നതിനകത്തെ ക്യാരക്ടർ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ, എന്നിട്ട് ആ ഭാഗത്ത് നള്ളായിട്ടിടുക. അതായത് ആ നാലാമത്തെ പോർഷൻ നള്ളായിട്ടിടുക. വീണ്ടും അതിൻ്റെ ലെങ്ത്ത് -1 എടുക്കുക. വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ ലെങ്ത്ത് -1 എടുക്കുക. എന്നിട്ട് ആ അവിടുത്തെ ആ ക്യാരക്ടർ ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് ആ ഭാഗം എംപ്റ്റി ആക്കി ഇടുക. അത്രയേ ഉള്ളൂ. ഇപ്പം നമുക്കിത് നോക്കാം റണ്ണാവുന്നുണ്ടോയെന്ന്. 1200. ഇപ്പോൾ ഒരു ബാക്ക് സ്പേസ് അടിക്കുമ്പോൾ ഒരു 0 പോയി. മനസ്സിലായോ? അതായത് അതിൻ്റെ ലെങ്ത്ത് -1 എത്രയാണോ അതെടുക്കും. എന്നിട്ട് അവിടുത്തെ ക്യാരക്ടറിനെ ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിലീറ്റ് കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് ബാക്ക് സ്പേസിൻ്റെ വർക്കിംഗ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കാൽക്കുലേറ്റർ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.